നമസ്കാരം. മലയാളി സംഖ്യകളുടെ സൂപ്പർ ഹീറോയാണ് സുരേഷ് ഗോപി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സംഘപരിവാറിനെ ഞങ്ങളിവിടെ തൊടിയിക്കില്ല എന്ന് പറഞ്ഞെടുത്ത്, അക്കൗണ്ട് തുറക്കാൻ വരുന്നവരെ ഞങ്ങൾ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞെടുത്ത്, ഒരു ലോക്സഭാ സീറ്റ് തന്നെ വളരെ കംഫർട്ടബിളായ മാർജിനിൽ ഏതാണ്ട് 75,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്ത ഹീറോയാണ് സുരേഷ് ഗോപി. മലയാളികൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൃശ്ശൂർ പോലെ BJPക്ക് സാധ്യത കുറവുള്ള ഒരു മണ്ഡലത്തിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞത്. സുരേഷ് ഗോപിയുടെ മനുഷ്യത്വവും പാവങ്ങളോടുള്ള സ്നേഹവുമൊക്കെ ഈ സ്നേഹത്തിന് കാരണമായി. സുരേഷ് ഗോപിയെ വിമർശിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ പോലും സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്ന ഒരു ആരാധന കേരളത്തിലെ സംഘികൾക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സുരേഷ് ഗോപി തട്ടിക്കയറിയപ്പോഴൊക്കെ അതാണ് ശരി, മാധ്യമങ്ങൾ ഇതിനപ്പുറത്തേക്കുള്ള പരിഗണന അർഹിക്കുന്നില്ല എന്ന് വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ സുരേഷ് ഗോപി പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് സംഖ്യകളിൽ ഭൂരിഭാഗവും. എന്തിനേറെ, സുരേഷ് ഗോപിയെ പരിഹസിക്കുന്നവരെ ഇവർ വെറുതെ വിടാറില്ല. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ അപമാനിച്ചുകൊണ്ട് സിനിമാ നടൻ കൂടിയായ മന്ത്രി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു. സുരേഷ് ഗോപി കമ്മീഷണർ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഭരത് ചന്ദ്രൻ IPS ആയി നിലനിൽക്കാൻ വേണ്ടി SP-യുടെ ആ തൊപ്പി തൻ്റെ കാറിൻ്റെ പിറകുവശത്ത് വെച്ച് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നായിരുന്നു ആക്ഷേപം. അതിന് മറുപടിയുമായി സംഖ്യകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടി. ഗണേഷ് കുമാറിന്റെ സകല പൂർവ്വചരിത്രവും അവർ അന്തരീക്ഷത്തിലിട്ട് പൂരപ്പാട്ട് പാടി. ഇതൊന്നും മാത്രമല്ല സുരേഷ് ഗോപി ഒരു സൂപ്പർ ഹീറോയായി മാറാൻ കാരണം. സംഘപരിവാറിനെ എതിർക്കുന്നവർ, മോദിയെയും BJPയെയും അതിശക്തമായി നുണക്കഥകളിലൂടെ വിമർശിക്കുന്നവർ, വംശഹത്യയുടെ പാർട്ടിയാണ് എന്ന് പറയുന്നവർ നിരന്തരം സുരേഷ് ഗോപിയുടെ കുറ്റം കണ്ടെത്തി പരിഹസിക്കാൻ അവസരം തേടിക്കൊണ്ടിരിക്കുന്നു. സുഡാപ്പികൾ എന്ന് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന കടുത്ത ഇസ്ലാം വർഗീയത വെച്ച് പുലർത്തുന്നവർ സുരേഷ് ഗോപിയെ ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ച് സുരേഷ് ഗോപിയുടെ വീഴ്ചകൾക്ക് പിന്നാലെ സഞ്ചരിക്കുകയാണ്. അവർക്കുള്ള വിരോധമാവാം സുരേഷ് ഗോപിക്ക് ഇത്രയേറെ പ്രിയം ഉണ്ടാക്കാൻ കാരണം. അക്കൂട്ടരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്നലെ അരങ്ങേറിയത്. ദുബായിയുടെ കിരീടാവകാശി UAE എന്ന രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും, അത്രയും ഉയർന്ന പദവിയിലുള്ള 43 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു രാജകുമാരൻ ഷെയ്ഖ് സബ്ഹാൻ ബിൻ മുഹമ്മദ് അൽ മുക്തം ഇന്നലെ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഡൽഹിയിലെത്തി. ദുബായിയുടെ ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മുക്തത്തിൻ്റെ മകനാണ്. ഷെയ്ഖ് മുഹമ്മദിന് ശേഷം ദുബായ് ഭരിക്കേണ്ടത് ഷെയ്ഖ് സബ്ഹാനാണ്. വിമാനത്താവളത്തിൽ പോയി ചുവന്ന പരവതാനി വിരിച്ച് ഗാർഡ് ഓഫ് ഓണർ നടത്തി സ്വീകരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചത് മറ്റാരെയുമായിരുന്നില്ല, സുരേഷ് ഗോപിയായിരുന്നു. ഇത് പലരുടെയും കുരുപൊട്ടുന്നതിന് കാരണമായി. ക്യാബിനറ്റ് മന്ത്രിമാർ ഏറെയുണ്ട്, പല സഹമന്ത്രിമാരുണ്ട്. എന്നാൽ ദുബായിയുടെ കിരീടാവകാശി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ പോയി ഔദ്യോഗിക ബഹുമതികളോടെ വിമാനത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ദുബായി രാജകുമാരനെയും ഉദ്യോഗസ്ഥ സംഘത്തെയും മന്ത്രിസംഘത്തെയും സ്വീകരിച്ചു. ദുബായിയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് സബ്ഹാൻ മാത്രമല്ല, മറ്റു പല മന്ത്രിമാരും UAE ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലെത്തിയിരുന്നു. പിന്നീട് ഇവർ പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും ഒരുമിച്ച് ചേർന്നെടുത്ത ചിത്രം പുറത്തു വന്നപ്പോൾ ആ ചിത്രത്തിൽ ഭൂരിഭാഗവും UAE പ്രതിനിധി സംഘമാണ്. ഇന്ത്യൻ സംഘത്തിൽ നിന്നും വളരെ കുറച്ചു പേർ മാത്രമേ ചിത്രത്തിലുള്ളൂ. അതിൽ സുരേഷ് ഗോപിയുണ്ട്. വിമാനത്താവളത്തു നിന്നും സ്വീകരിച്ച രാജകുമാരനെ സുരേഷ് ഗോപി ചേർത്ത് പിടിച്ചു പോകുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. കേരളത്തിന്റെ തനത് പാരമ്പര്യങ്ങളിൽപ്പെട്ട ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയാണ് ദുബായ് രാജകുമാരനെ ഇന്ത്യ സ്വീകരിച്ചത്. ഈ ശിങ്കാരിമേളത്തിന്റെ ശബ്ദം കേട്ട് നിൽക്കുകയും സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ച് ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഷെയ്ഖ് സബ്ഹാൻ. UAE സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഷെയ്ഖ് സബ്ഹാൻ. ബ്രിട്ടനിലെ സൈനിക പരിശീലന കേന്ദ്രമായ സാൻഹസ്റ്റിലാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. പിന്നീട് ലോക പ്രശസ്തമായ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചു. അങ്ങനെ അസാധാരണമായ ജ്ഞാനവും പൊതുപ്രവർത്തന പരിചയവും ഉൾക്കൊണ്ടുകൊണ്ടാണ് UAE തിരിച്ചെത്തിയതും രാജ്യഭരണം ആരംഭിച്ചതും. UAE അടുത്ത ദിശയിലേക്ക് നയിക്കാൻ ശേഷിയുള്ള നേതാവായി കണക്കാക്കപ്പെടുന്ന ഷെയ്ഖ് സബ്ഹാനെ സ്വീകരിക്കാനുള്ള ദൗത്യം സുരേഷ് ഗോപിയെ തന്നെ ഏൽപ്പിക്കുമ്പോൾ കുരുപൊട്ടൽ സ്വാഭാവികമാണ്. മോദിയെ ചേർത്ത് പിടിക്കുന്ന UAEയുടെയും സൗദി അറേബ്യയുടെയും ബഹ്റൈൻ്റെയും ഒക്കെ നിലപാട് തന്നെ ഇത്തരക്കാരുടെ കുരുപൊട്ടിക്കാറുണ്ട്.
മോദിയും BJPയും സംഘപരിവാരും വംശഹത്യ അജണ്ടയായി സ്വീകരിച്ച് മുസ്ലിം ഉന്മൂലനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ഒരു മനുഷ്യനും സംഘപരിവാറിന്റെ പരിസരത്ത് പോലും പോവരുതേ എന്ന് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ ആശ്വാസ കേന്ദ്രം അറബ് രാജ്യങ്ങളാണ്. ഇന്ത്യയേക്കാൾ കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത് അറബ് രാജ്യങ്ങളെയാണ്. സൗദിക്കോ UAEക്കോ ബഹ്റൈനോ ഒമാനോ അങ്ങനെ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിന്, എന്തിനേറെ പാകിസ്ഥാന് എതിരെ പോലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്ന ഇവർ നിരന്തരമായി അവർ ജനിച്ചു വീണ ഭാരതഭൂമിയെ അപമാനിച്ചുകൊണ്ടിരിക്കും. ഭാരതത്തിന് പ്രധാനമന്ത്രിയെയും ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അപമാനിച്ചുകൊണ്ടിരിക്കും. അവരുടെ മാതൃക അറബ് രാജ്യങ്ങളാണ്. ഈ അറബ് രാജ്യങ്ങളാണ് അറബ് പ്രേമികളെ അസ്വസ്ഥരാക്കുന്ന തരത്തിൽ മോദിയെയും BJPയെയും ഭാരതത്തെയും ചേർത്ത് പിടിക്കുന്നത്. അവർ തന്നെയാണ് ഇക്കോട്ട് ഏറ്റവും വലിയ കോമാളിയായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ച് ഉത്തരവാദിത്വത്തോടെ വാരിപ്പുണരുന്നത്. ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവും സഹിഷ്ണുതയും ആസ്വദിച്ചുകൊണ്ട് ഭാരതത്തെ എതിർക്കുന്ന അറബ് സ്നേഹം അതിരുകവിഞ്ഞവർക്കുള്ള മറുപടിയാണ്. അറബ് രാജാക്കന്മാർ ലോകം കണ്ടവരാണ്, നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്കറിയാം ഭാരതത്തെക്കുറിച്ച് പറയുന്നത്, ഭാരതത്തിന്റെ ഭരണാധികാരികളെക്കുറിച്ച് പറയുന്നതൊക്കെ കള്ളമാണെന്ന്. ഒരിക്കൽ കൂടി അവർ അത് പ്രഖ്യാപിച്ചുകൊണ്ട് മോദിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ രാജകുമാരനെ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം സുരേഷ് ഗോപി ഏറ്റെടുക്കുമ്പോൾ വായടയ്ക്കാനും വീട്ടിലിരിക്കാനുമല്ലാതെ ഇക്കൂട്ടരുടെ മുമ്പിൽ വഴികളൊന്നുമില്ല. ദുബായ് രാജകുമാരന്റെ സന്ദർശനത്തെക്കുറിച്ച് അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞാൽ അവിടെ തടങ്കലാക്കപ്പെടുമെന്നും നാടുകടത്തപ്പെടുമെന്നും അവർക്കറിയാം. ഈ ഭാരതത്തിലാണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ, ഭരണഘടനയുടെ പേരിൽ എന്തും ചെയ്യാം. എന്നാൽ UAEയിൽ അങ്ങനെയല്ല. അതുകൊണ്ട് തൽക്കാലം ഇക്കൂട്ടർ മൗനം പാലിക്കുകയാണ്. സുരേഷ് ഗോപി രക്ഷപ്പെട്ടു. സുരേഷ് ഗോപിയെ പരിഹസിക്കാൻ ഈ സന്ദർശനത്തിന്റെ പേരിൽ ഇവർ കളത്തിലിറങ്ങുകയില്ല.